ഷഹബാൻ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഹബാൻ. അള്ളാഹുവിന്റെ റസൂല് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരിക്കുന്ന മാസമാണ് ഷഹബാൻ. ഒരിക്കൽ ഉസ്മാൻ ബിൻ സയ്യിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഷഹബാൻ മാസത്തിൽ അങ്ങ് വ്രതമനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അത്രയും വ്രതമെടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, റജബിനും റമദാനിനും ഇടയിൽ ആളുകൾ പരിഗണിക്കാതെ അശ്രദ്ധയായി വിടുന്ന ഒരു മാസമാണ് ഷഹബാന്. അതാകട്ടെ അള്ളാഹുവിന്റെ പക്കലിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷഹബാൻ മാസത്തിൽ വ്രതമെടുക്കുന്നത് പ്രത്യേക ശ്രേഷ്ഠകരമാണെന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. ഷഹബാനിലെ നോമ്പ് റമദാൻ മാസത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ പെട്ടെന്ന് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസവും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ വേണ്ടി. മറിച്ച് ഷഹബാനിൽ നോമ്പെടുത്ത ഒരാൾക്ക് അപ്പോഴേക്കും നോമ്പ് ശീലിച്ചിട്ടുണ്ടാകും. നോമ്പിന്റെ മാധുര്യവും ആനന്ദവും അയാൾ ഷഹബാനിൽ തന്നെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ഉത്സാഹത്തോടും ശാരീരികമായ ഒരുക്കത്തോടും കൊണ്ടും അയാൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ഷഹബാൻ റമദാനിന് മുന്നോടിയായി ഒരു മാസമായതുകൊണ്ട് തന്നെ റമദാനിൽ ഷർറാക്കപ്പെട്ട നോമ്പും പാരായണം ഒക്കെ റമദാനിലെ മുന്നൊരുക്കം എന്നോണം ഷഹബാനിലും ഷർറാക്കപ്പെട്ടു. റമദാനിനെ അതിന്റെ പ്രാധാന്യത്തോടും പരമകാരുണ്യകനും വിവാദത്തോടുമുള്ള മാനസികമായ മുന്നൊരുക്കത്തോടുമായി വരവേൽക്കാൻ വേണ്ടിയാണ് ഷഹബാൻ.